ഹായ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി അല്ലേ എല്ലാവരും? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സെൽഫ് ലവ് മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വളരെ എനർജറ്റിക് ആയിട്ടാണ് എല്ലാവരെയും കാണുന്നത്. കുറച്ചുകൂടി ആളുകൾ വീഡിയോയിൽ വരാമോ? നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്കും വളരെ എനർജി അല്ലേ? സൂപ്പർ, താങ്ക് യു. നിങ്ങൾ എല്ലാവരിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മളെ ഫ്രണ്ട്സ്, റിലേഷൻസ് ഒക്കെ എല്ലാവരും നമ്മുടെ പോലെ തന്നെ നല്ല എനർജി ആയിട്ടിരിക്കട്ടെ അല്ലേ? അതല്ലേ വേണ്ടത്. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് തന്നെ എന്താ? പോസിറ്റീവായിട്ട് മാത്രം, എല്ലാം നല്ലത് മാത്രം ചിന്തിക്കുക എന്നുള്ളത് അല്ലേ? അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്താ അല്ലേ? അത് മാത്രാണെങ്കിലോ ലോകത്തെല്ലാവരും നല്ലത് മാത്രം ചിന്തിച്ച് ഒരു നെഗറ്റീവ്സും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട്, ഇത് മാത്രമാകുമ്പോ ഒരു രസമില്ല അല്ലേ? ഇടയ്ക്ക് ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് അല്ലേ? ഒരു പ്രകാശത്തിന് ഒരു ഇരുട്ടുണ്ടാവും. അത് നാച്ചുറൽ ആണ് അല്ലേ? അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എന്നാലും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫാമിലി, നമ്മളുടെ ചുറ്റുപാടുകള്, സിറ്റുവേഷൻസ് മുഴുവനും വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട്, വെൽത്തി ആയിട്ട്, നല്ല സന്തോഷത്തോടെ, സമാധാനത്തോടെ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക അല്ലെ? നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും ബൂസ്റ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ, നമ്മളെ കഴിവുകളെ എല്ലാം പുറത്ത് കൊണ്ടുവരാൻ കഴിയുമ്പോൾ വളരെ ഹാപ്പിയാണ് അല്ലെ? അപ്പോ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കയ്യിൽ എല്ലാവരുടെ അടുത്തും ഒരു നോട്ട് ഉണ്ടാവും, ഒരു പെന്നും ഉണ്ടാവും അല്ലെ? നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കും എല്ലാവരും. അപ്പൊ നിങ്ങളെ കയ്യിൽ എന്തായാലും ഒരു പേപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡയറി ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ഫ്രണ്ടായിട്ട് നമുക്കൊരു ഡയറി, ഒരു പെന്നും വേണം അല്ലെ? ഫോണിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം ഫോൺ ജസ്റ്റ് ഒന്ന് നിലത്ത് വീണാ പോയി കാര്യം അല്ലെ? അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. നമുക്ക് ഞാൻ ചിന്തിക്കുന്നതെല്ലാം നല്ലത് മാത്രം ഒന്ന് നമ്മുടെ കൈപ്പിടിയിൽ വളരെ മനോഹരമായിട്ട് ഒന്ന് എഴുതി വെച്ചാലോ? മനസ്സറിഞ്ഞുകൊണ്ട്, തൊട്ടുകൊണ്ട് എഴുതണം, ഹൃദയം കൊണ്ട് എഴുതുക. ഞാൻ ചിന്തിക്കുന്നതെല്ലാം നല്ലത് മാത്രം എന്ന് ഒന്ന് എഴുതി വെച്ചൂടെ? റെഡി? ഓക്കെ. അപ്പോ എഴുതി എന്ന് വിശ്വസിക്കുന്നു അല്ലെ? കിച്ചണിലുള്ളവരൊക്കെ ഉണ്ട്, എന്നാലും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെക്കുന്ന അമീറ മാമിനെ പോലെയുള്ളവരോടൊക്കെ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. കാരണം അവർ ആ ഒരു സമയത്തെങ്കിലും നമ്മുടെ ക്ലാസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എനർജറ്റിക് ആയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നല്ലോ അല്ലെ? അതിന് വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡാ. അവര് മനസ്സിൽ എഴുതുന്നുണ്ട് അവര് അല്ലേ? സിറ്റുവേഷൻസ് എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ അതൊന്ന് മനസ്സിൽ വിഷ്വൽ കൊടുത്താലും മതി. ഞാനിത് എഴുതിയിരിക്കുന്നു. ഓക്കെ, എല്ലാവരും എഴുതി. ഓക്കെ, താങ്ക് യു. നസീറ മാം പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് റെസീവർ മോഡൽ എടുത്ത് ഒന്ന് കണ്ണടച്ചിരുന്നാട്ടെ. എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ണടച്ച്, നിൽക്കുന്നവരായാലും ഇരിക്കുന്നവരായാലും കിച്ചണിലായാലും ജസ്റ്റ് ഒക്കെ ഒന്ന് കണ്ണടച്ചിട്ട് നമ്മളുടെ ഒരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തെ ഒന്ന് വിഷ്വൽ കൊടുക്കാം. ഒരു മൂവി കാണുന്ന പോലെ നമ്മൾ വളരെ മനോഹരമായിട്ട് ഒരു പ്രകൃതിയെ കാണുകയാണ്. ആ ഒരു പ്രകൃതിയില് അരുവികള്, ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകള്, പൂക്കള്, പശുക്കിടാവ്, അങ്ങനെ വളരെ മനോഹരമായ നിങ്ങളുടെ മനസ്സിലുള്ള പ്രകൃതിയിലെ കാഴ്ചകൾ മുഴുവനും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുകയാണ്. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും
നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മുഴുവനും എന്താണോ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നാം എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, അത് പല വ്യക്തികളായിട്ടും നല്ല സാഹചര്യങ്ങളായിട്ടും സിറ്റുവേഷൻസ് എല്ലാ കാര്യങ്ങളും നമ്മുടെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ, സന്ദർഭങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു പൂന്തോട്ടത്തില് നമ്മള് നല്ല റിലാക്സ് ആയിട്ട് ഒന്നും ഓർക്കാതെ വളരെ പോസിറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. Breathe in, hold, breathe out. Breathe in, hold, breathe out. Breathe in, hold, breathe out. എൻ്റെ എല്ലാ കഴിവുകളും, എൻ്റെ എല്ലാ എനർജിയും ഞാൻ എൻ്റെ ഈ കൈക്കുള്ളിൽ ഒതുക്കി സന്തോഷത്തോടെ എൻ്റെ നെഞ്ചിലേക്ക് വലത് കൈകൊണ്ട് ഇടത് നെഞ്ചിൽ ടച്ച് ചെയ്തുകൊണ്ട് എൻ്റെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ട്, എൻ്റെ ഹൃദയമിടിപ്പ് അറിഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം പോസിറ്റീവ് മാത്രമാണ്. ഞാൻ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത് എല്ലാം നല്ലതു മാത്രം. എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലത് മാത്രം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. എല്ലാവരും വളരെ പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ കണ്ണുകൾ തുറക്കുക. താങ്ക് യു, താങ്ക് യു ഓൾ. അപ്പൊ നമ്മൾ ആ ലോകത്ത് നിന്നും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴും നമ്മളെ ഉള്ളിലേക്ക് ചിന്തകള്, നെഗറ്റീവ്സുകള് വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇല്ല. നമ്മുടെ ജീവിതത്തില് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 30,000 മുതൽ 50,000 വരെ ചിന്തകൾ കടന്നു വരും, അല്ലെ? അത്രയും ചിന്തകൾ മനസ്സിൽ നമ്മുടെ ഉള്ളിലൂടെ ചിന്തകൾ ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കും. ഇല്ല എന്ന് പറയുന്നവർ EFT കഴിഞ്ഞവരായിരിക്കും അല്ലേ? മറിയം, താങ്ക് യു നിഷിത, എല്ലാരും. ഓക്കെ, അപ്പോ 70 to 50% ചിന്തകളും നെഗറ്റീവ് തോട്ട്സ് എന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മളിലേക്ക് കടന്നു വരുന്നത്, അല്ലെ? ഒരു കുറേ പോസിറ്റീവ്സുകൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും അതിനിടയിലൂടെ ഇടയ്ക്ക് അതെ നെഗറ്റീവ്സ്, അതെ നസ്വി പറയുന്നു, ഇടയ്ക്ക് നെഗറ്റീവ്സ് തോട്ട്സ് വരും, അല്ലേ? അതിന് നമ്മൾ എന്താ ചെയ്യുക? അതിനെ റീപ്ലേസ് ചെയ്യാം. ഞാൻ നിങ്ങളോട് 7 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തത് ഞാൻ പറയുന്നത് നമ്മൾക്ക് ഈ ചിന്തകളെ റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഈ ചിന്തകളെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. പിന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, രണ്ടാമത്തത് ഗ്രാറ്റിറ്റ്യൂഡാണ്. മൂന്നാമത്തത് മൈൻഡ്ഫുൾനെസ് ആണ്. നാലാമത്തത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക. പിന്നെ അഞ്ചാമത്തത് പ്രകൃതിയെ സ്നേഹിക്കുക. ആറാമത്തത് നല്ല ബുക്കുകൾ വായിക്കുക. ഏഴാമത്തത് വേണ്ട കാര്യങ്ങൾ മാത്രം എപ്പോഴും ചിന്തിക്കുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം. ചിന്തകളെ റീപ്ലേസ് ചെയ്യാം. ചിന്തകളെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 30,000 മുതൽ 50,000 വരെ ചിന്തകൾ വരുന്ന സമയത്ത് അതിൽ 70 to 50% നമുക്ക് നെഗറ്റീവ്സുകളാണ് വരുന്നത്, അല്ലെ? സ്വാഭാവികം, നാച്ചുറൽ ആണ്. നമ്മൾ സാധാരണ മനുഷ്യരാണ്, അല്ലെ? നമുക്ക് ആ ഒരു സംഭവത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെ? അംഗീകരിക്കുന്നു. ഓക്കെ, എനിക്ക് ശാസ്ത്രജ്ഞർക്ക് നല്ല ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ ആ
ഒരു സംഭവം നമുക്ക് നെഗറ്റീവ്സ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റീപ്ലേസ് ചെയ്യണം. നമുക്കതിനെ ആ ഒരു നെഗറ്റീവ് ഇപ്പൊ ഒരു എക്സാം എഴുതാൻ പോവുകയാണ്. നമ്മൾക്ക് പഠിക്കാന് എന്തില്ല? വയസ്സില്ല അല്ലേ? നമ്മളിപ്പോ 50ലും 60ലും പഠിക്കുന്നവരെ ഉണ്ട് അല്ലേ? സ്റ്റുഡൻസ് തന്നെയാണ്. നമ്മളിപ്പോഴും സ്റ്റുഡൻസ് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ സ്റ്റുഡൻസ് അല്ലേ? ഇപ്പോഴും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ട് എനർജി ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തെ സുന്ദരമായി കൊണ്ടുപോകുന്നവരല്ലേ? അപ്പൊ നമ്മൾ സ്റ്റുഡന്റ് അല്ലേ? അതെ. നമ്മള് ജീവിതത്തിൽ എപ്പോഴും സ്റ്റുഡന്റ് ആയിട്ടിരിക്കും അല്ലേ? നമ്മുടെ ഏജ് നമുക്ക് എന്തല്ല? ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ മനസ്സിന്റെ ഏജ് ആണ് നമുക്ക് ഏറ്റവും അത് നമ്മൾ 2 ഡിജിറ്റിൽ ഏറ്റവും സ്മോൾ നമ്പർ ഏതാണോ അതാണ് നമ്മുടെ വയസ്സ്. അല്ലേ? നമ്മളെപ്പോഴും കുട്ടിയല്ലേ അല്ലേ? ആണല്ലോ. അതാണ് നമ്മുടെ ഫേസിലും തെളിയുന്നത്. നമുക്ക് നമ്മളെ ഹാപ്പി നമ്മളുടെ വയസ്സല്ല. നമ്മളുടെ ഈ ഒരു ബോഡി മാത്രമല്ല. നമ്മുടെ ബോഡി അല്ല നമ്മള്. നമ്മളെന്താണ്? എപ്പഴും മനസ്സിനെ ബൂസ്റ്റ് ചെയ്തോണ്ട് എനർജറ്റിക് ആയിട്ടിരിക്കുമ്പഴാണ്. ഓക്കെ. അപ്പൊ നമ്മളത് ആ ഒരു നെഗറ്റീവ്സ് വരുന്ന സമയത്ത് നമ്മളതിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഒരു പരീക്ഷ എഴുതാൻ പോവാണ്. നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇല്ലേ? ഓക്കെ. ഇഎഫ്ടിയിൽ വന്നതിന് ഏജ് പ്രശ്നമല്ല. അതിനുശേഷം ഏജ് പ്രശ്നമല്ല. അതെ, നമുക്ക് ഏജ് ഒന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ. നമുക്ക് ഏജ് ഇല്ല. നമ്മൾ എപ്പഴും 18-കാരിയും 18-കാരനും ഒക്കെയാണ്. അല്ലേ? അങ്ങനെയാണ് ആ ഒരു മൈൻഡിനെ കൊണ്ടുപോകുന്നത്. നമുക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. ഓക്കെ. യെസ്. ഓക്കെ. അപ്പോ നമുക്ക് ഒരു എക്സാം എഴുതണം. ഒരു ഉദാഹരണത്തിന് പറയാം. അത്രയ്ക്ക് വേണോ? അത്രയ്ക്കുമായിരിക്കോട്ടെ. എന്താന്ന് വെച്ചാല്, നമ്മള് മലയോളം, കുന്നോളം ചിന്തിക്കുമ്പോ നമുക്ക് കുന്നിക്കുരുവോളം കിട്ടുംന്നാണ്. അപ്പൊ അത്രയ്ക്ക് ആയിക്കോട്ടെ. നമുക്കതിനെന്താ നഷ്ടമുള്ളത്? ല്ലേ? ആരോടും ഒന്നും ചോദിക്കേണ്ട. നമ്മളെ മൈൻഡിൽ നമ്മൾ പവർ കൊടുക്കുമ്പോ നമുക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ടതില്ല. ഇല്ലേ? നമ്മളെ സൃഷ്ടാവ് നമുക്ക് അത്രയും കഴിവ് തന്നിട്ടില്ലേ? പിന്നെ എന്തിനാ മടിക്കുന്നേ? എന്തിനാ പിശുക്കുന്നെ നമ്മള്? സ്നേഹത്തിന് നമ്മള് പിശുക്കണ്ട. എനർജിക്ക് പിശുക്കണ്ട. ഇതൊക്കെ നമുക്ക് വരുമ്പോ നമുക്ക് വെൽത്ത്, സമ്പത്തൊക്കെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കയാണ്. നാച്ചുറൽ ആയിട്ട് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുമ്പോഴും നമുക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം നമ്മളിലേക്ക്. എന്തിനാണ്? നമ്മളുടെ ലൈഫ് വളരെ ഹെൽത്തി ആയിട്ട് പോവാനാണ്. അല്ലേ? നമുക്കതൊരു എന്താണ് എസ്പി ആവാൻ വേണ്ടിയിട്ടല്ല അല്ലേ? സ്വയം പൊക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മള് നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ല്ലേ? അപ്പോ നമുക്കൊരു എക്സാം ഒക്കെ ആണെങ്കിൽ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു എക്സാം ഉണ്ട്. നമ്മൾ നന്നായിട്ട് പഠിച്ചു. ല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഉറക്കമൊഴിഞ്ഞൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ വിചാരിക്കും ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏ? പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വരുവോ? അതെന്താണ്? ഈ പഠിച്ച കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിലോ? എന്ന് നമുക്ക് തോന്നുന്നത് അതൊരു നെഗറ്റീവ് തോട്ട്സ് അല്ലേ? ആണ്. അപ്പൊ അത് വരാണ് ല്ലേ? ഓട്ടോമാറ്റിക് എത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാന്നറിയോ? ഞാനിതെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ ഈ കാര്യത്തിൽ ഇതൊക്കെ വന്നിട്ടില്ലല്ലോ. ഞാൻ ഈ നോക്കിയ കാര്യങ്ങളല്ല വരുന്നതെങ്കിലോ? എന്ന് തോന്നിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ എന്തായി? നമ്മള് ഡൗൺ ആയി അല്ലേ? എന്ത് കാര്യമായിക്കോട്ടെ. ഞാനിപ്പോ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. നമ്മള് ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു നമ്മള് ഇൻവെസ്റ്റ് ചെയ്തു. ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, ഇത് ഞാൻ കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടോ? എന്ന് നമ്മൾ ആലോചിക്കില്ലേ? ഇല്ലേ? അതൊരു നെഗറ്റീവ്സ് തോട്ട്സ് വന്നു കഴിഞ്ഞു. ആ ഒരു നെഗറ്റീവ്സ് തോട്ട്സിനെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യും? എങ്ങനെ റീപ്ലേസ് ചെയ്യും? ആ, ഓക്കെ. അത് നമ്മൾ എന്ത് ചെയ്യും? താങ്ക് യു. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യും? അതിന് നമ്മള് എക്സാം ആണെങ്കിൽ നമ്മൾ പറയും, ഞാൻ നന്നായി പരീക്ഷ എഴുതും. എനിക്കതിന് സാധിക്കും. ഞാൻ ആ ഒരു ഈ എക്സാമ് വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കും. ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് എഴുതാൻ സാധിക്കും. അതാണ് റീപ്ലേസ്. ആ പോസിറ്റീവായിട്ട് നമ്മൾ ബിസിനസ്സിലാണെങ്കിലോ, ഞാൻ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് കിട്ടും. എനിക്കതിന് സാധിക്കും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വരുന്ന തോട്ട്സിനെ നമ്മളെ ഫാമിലിയിലായിക്കോട്ടെ, നമ്മളെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തും.
നീ എന്തിനാ ഇതിന് പോകുന്നത്? നിനക്കതിന് പറ്റുവോ? അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. അതേ സ്ഥാനത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിനക്കിന് സാധിക്കും ട്ടോ. നീ ചെയ്തോ എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ ആരെടുത്താ നിക്കേണ്ടത്? നിനക്ക് കഴിയും. ഉം. നീ അത് ചെയ്തോ എന്ന് പറയുന്നവരുടെ കൂടെയാണ് നമ്മൾ നിക്കേണ്ടത്. അല്ലേ? അത് ചിലപ്പോ അവര് വേറൊരു അവരുടെ രീതിയിൽ കണ്ടുകൊണ്ട്, അവരുടേതായ രീതിയിൽ കണ്ടുകൊണ്ട് ചിലപ്പോ നല്ലതിനായിരിക്കാം പറയുന്നത്. എന്ത്? "നിനക്ക് പറ്റില്ല. അത് വേറെ കാര്യം നോക്കിക്കോ" എന്നൊക്കെ. എന്നിരുന്നാലും നമ്മളുടെ മനസ്സ് പറയും, നമുക്ക് എന്താണോ സാധിക്കുന്നത് എന്ന്. നമുക്ക് അത് ആ ഒരു പോസിറ്റീവ് തോട്ടോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ, റീപ്ലേസ് ആക്കി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കതിന് സാധിക്കും. ഇല്ലേ? എല്ലാം നമ്മൾ എത്ര ആള് കുറ്റപ്പെടുത്തിയാലും നമ്മൾ എന്താണ് എന്ന് നമ്മളെ ഉള്ളിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം. നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുമ്പഴ് അത് നമുക്ക് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ എന്ന കാര്യത്തിൽ നിങ്ങൾ എഴുതി വെക്കണം. ഇല്ലേ? നിങ്ങളുടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡയറി, പെന്നൊക്കെ നിങ്ങളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണംന്ന്. നിങ്ങൾക്ക് എന്താവും നിങ്ങൾ എഴുതുന്ന സമയത്ത് മനോഹരമായ സാഹിത്യങ്ങളും, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളും ഈ പെന്നിലൂടെ ഈ ഡയറിയിലേക്ക് പതിയുകയാണ്. നിങ്ങൾ അറിയ പോലുമില്ല. ചില സമയത്ത് അങ്ങനെയാണ്. അങ്ങനെയാണ് വളരെ നല്ല കവികളും, കഥാകാരന്മാരൊക്കെ ഉണ്ടാവുന്നത്. ഇല്ലേ? ഉരുത്തിരിഞ്ഞ് വരാണ്. അവർക്ക് തന്നെ അറിയില്ല അവരുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന്. എന്റെ ഒരു ഫ്രണ്ട്സ് ഞാനിപ്പോ അടുത്തൊരു വീട്ടില് പോയപ്പോ, ഒരു ഉം ഒരു ഒരു വീട്ടിൽ പോയപ്പം അവിടെ ഒരു പുസ്തകത്തിൽ എന്നും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ത്രീ, ഒരു ആളുണ്ട്. അവര് എന്താ പറഞ്ഞത്, ആദ്യം ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ എന്നെ ചീത്ത പറയായിരുന്നു എന്റെ പാരന്റ്സ്. അത് എനിക്ക് വിഷമാവായിരുന്നു. ഞാനിങ്ങനെ എനിക്ക് എഴുതാൻ തോന്നുന്ന സമയത്തൊക്കെ ഞാൻ എഴുതും. എന്നിട്ട് ഈ ചീത്ത പറയുന്ന സമയത്ത് ഞാൻ ടോയ്ലറ്റ് പോയിട്ടിരിക്കും. ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ഞാൻ ഫോണിൽ എഴുതും. ഫോണിലിങ്ങനെ ടൈപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. ടോയ്ലറ്റിൽ പോയി ഇരിക്കുമ്പം ആരും എന്നെ ചീത്ത പറയില്ലല്ലോ. ആ ടൈമിൽ ആരും ഒന്നും പറയില്ലല്ലോ. അങ്ങനെ എഴുതിയ ആള് ഇപ്പം നല്ലൊരു എഴുത്തുകാരിയായിട്ടുണ്ട്. ആളുടെ പേര് പറയാൻ ആൾ ഉദ്ദേശിക്കുന്നില്ല. എന്നോട് പറഞ്ഞിട്ട് "എന്റെ പേര് പറയരുത് ട്ടോ. മാം ക്ലാസ് എടുക്കുമ്പോ എപ്പഴും ഇങ്ങനത്തെ അനുഭവങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ എന്റെ പേര് പറയരുത്. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല." ആളിപ്പം നല്ലൊരു എഴുത്തുകാരിയായിട്ട് ഒരു പുസ്തകത്തില് എന്നും എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. നല്ലൊരു പേയ്മെന്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉം. അത് നമുക്ക് വളരെ സന്തോഷാ അല്ലേ? ആളുകളുടെ എഴുതുന്ന സമയത്ത് അത് വരുന്നത് വളരെ മനോഹരമായിട്ടായിരിക്കും. വീട്ടില് മാത്രം ഹസ്ബൻഡിന് ഇഷ്ടമില്ല പുറത്ത് പോയിട്ട് അങ്ങനെ ചെയ്യാനൊന്നും. അതുകൊണ്ട് വീട്ടിലിരുന്നിട്ട് ചെയ്യാണ് ആള്. ഉം. നല്ലൊരു നല്ലൊരു പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആൾക്ക് അത് വല്യൊരു നല്ലൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. എന്നോട് പങ്കുവെക്കുമ്പോ എനിക്ക് വളരെ സന്തോഷായി. വളരെ കാര്യങ്ങൾ ഒരുപാട് ഇതിലൂടെ കടന്നുപോയ ആളാണ്. അപ്പൊ അത് എഴുത്തിലൂടെ വന്നപ്പം ആള് ഹാപ്പി ആയില്ലേ? ആളുടെ ജീവിതം ഹാപ്പി ആയില്ലേ? അല്ലേ? നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ തന്നെ സമാധാനം, സന്തോഷമാണ് അല്ലേ? വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ വീട്ടിന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാ, അതുപോലെ തന്നെ നിങ്ങളിലും ഒരുപാട് കഴിവുകളുണ്ട്. ഈ കഴിവുകള് നിങ്ങള് എന്ത് ചെയ്യണം? ഈ തുരുമ്പിച്ച നമ്മുടെ ഉള്ളിലുള്ള സംഭവങ്ങളെ മെനുക്കിയെടുത്ത് ശരിയാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. ഓരോരുത്തർക്കും സാധിക്കും. അങ്ങനെ റീപ്ലേസ് ചെയ്യാന് നമുക്ക് പറ്റണം. പറ്റും. പറ്റാതിരിക്കില്ല. പിന്നെ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു അവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടായി. നല്ല താങ്ക്സ് എനിക്ക് പറയാൻ തോന്നി. എന്തും എഴുതാം. നമ്മളെ മനസ്സിൽ ഓൺ ദ സ്പോട്ടിൽ വരുന്ന ഏതോ എന്ത് കേസ് ആയിക്കോട്ടെ, നമ്മളെ ഫാമിലി കേസ് ആയിക്കോട്ടെ. നമ്മളെ ഫാമിലിയില് നമുക്ക് പിന്നെ നെഗറ്റീവ്സ് വരുന്ന സമയത്ത് അത് പോസിറ്റീവ് ആക്കി എഴുതി നോക്കിയാല്, ആ ഒരു സംഭവങ്ങൾ നമ്മളെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വന്നോണ്ടിരിക്കും. എന്താണ് എഴുതേണ്ടതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാണേ. അതേപോലെ ബിസിനസിന്റെ കാര്യം ആയിക്കോട്ടെ. ബിസിനസ് നമ്മള് ഇങ്ങനെ തകരും എന്നുള്ള ചിന്തകൾ വരുന്ന സമയത്ത് അത് തകരില്ല. നമ്മളത് ഉം ഏറ്റവും ബൂസ്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരിക്കുക. ഉം. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ഒക്കെ എഴുതുന്നത് EFTയിലെ നമ്മള് കോഴ്സില് പറയുന്നുണ്ട് ല്ലേ. അത് ഈ എന്താണ് എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ഒരു കാര്യം തന്നെ 5 പ്രാവശ്യം എല്ലാ ദിവസവും ഒരേ സമയത്ത് 90 ഡേയ്സ് എഴുതുകയാണെങ്കില് സക്സസ് ആയിട്ടിരിക്കും. 21 ദിവസം
ഓൾറെഡി ആണെങ്കിലും 90 ഡേയ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും ഡീപ്പ് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് 90 ഡേയ്സ് വേണം. ഓക്കെ, അത് കറക്റ്റ് ആണ്. അപ്പോ അതും കഴിഞ്ഞിട്ട് റെഡി ആവാത്ത ഒരു കാര്യം പോലും ലോകത്തില്ല. സൃഷ്ടാവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന് ആ അഫർമേഷനും എഴുതുക, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് ഓരോ അവയവങ്ങളും നമ്മൾ സൂപ്പറായിട്ട് തന്നതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടേ? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിനനുസരിച്ച് നമ്മുടെ ഫേസിൽ നല്ല പ്രകാശം വരുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ ഓരോ അവയവത്തിനും നിങ്ങൾ ഒരു എന്തിനാ എക്സാമ്പിൾ പറയണമെന്ന് പറഞ്ഞത്? ബിസിനസ്സിൻ്റെതാണോ ഫാമിലീസിനാണോ എങ്ങനെയാണെന്ന് പറയണേ. അപ്പോ ഈ ഒരു നമ്മള് വെൽത്ത്, ഹെൽത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണോ ആഗ്രഹം, ബിസിനസ്സിനാണെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഇത്ര ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, എനിക്ക് അതിന്റെ ഇരട്ടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് ക്ലാസ് നമ്മൾ EFTയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാവും. അതിന് ഏറ്റവും ബെസ്റ്റ് വേണ്ടത് അവയർനെസ് ആണ്. അവയർനെസ് ഉണ്ടെങ്കിലാണ് നിങ്ങളെ ഉള്ളിൽ തട്ടി നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് എഴുതാൻ സാധിക്കുക. ഓരോ അവയവത്തിനും നമ്മളുടെ മുടി നാരയ മുതൽ കാലിന്റെ നഖം വരെ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫീല് മനസ്സിലാകും. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക്. അപ്പൊ നിങ്ങളുടെ കണ്ണുകളുടെ ഒരു പ്രകാശം, നിങ്ങളുടെ ഫേസിന്റെ ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ സ്ലിം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര വെയിറ്റ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്ലിം ആവാൻ നമ്മൾ സ്ലിം ബ്യൂട്ടി ആണ് എന്നുള്ള ഒരു അഫർമേഷൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് EFTയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മിറാക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ മൈൻഡ്ഫുൾനെസ്, നമ്മളെ മൈൻഡ് എപ്പോഴും അടിപൊളിയായിട്ടിരിക്കണം എന്നാണ്. നമ്മൾ നെഗറ്റീവ്സ് വരുന്ന സമയത്ത് നമ്മൾ അപ്പം തന്നെ ഡിറ്റൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഡോണ്ട് നമ്മള് എന്തും നമുക്ക് അരുത് അരുത്, എനിക്ക് കഴിയില്ല, എനിക്ക് സാധിക്കില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് അവിടെ പോവാൻ സാധിക്കില്ല, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? നമ്മൾ നമ്മളെ മക്കളോടും പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ. നിനക്ക് പറ്റുമോ എക്സാമിന് വിജയിക്കാന്? നീ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നിനക്ക് കഴിയോ? അങ്ങനെ നമ്മൾ ചോദിക്കാറില്ലേ? അതുപോലെ നമ്മൾ നമ്മളെ ഹസ്ബൻഡിനോട്, വൈഫിനോടൊക്കെ നീ പോകുന്ന കാര്യങ്ങൾ നിനക്ക് ശരിയാകുമോ? നിനക്ക് പറ്റില്ല, നിനക്ക് അതിനുള്ള ഒരു കഴിവൊന്നുമില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ചിലരോടെങ്കിലും നമ്മൾ പറയുന്നുണ്ട് അല്ലേ? ആ ഒരു സമയത്ത് നമ്മുടെ ചിന്ത നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. എന്താവണം? അവരത് പറഞ്ഞോട്ടെ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മളെന്താക്കുക? ബൂസ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് പറ്റും, എനിക്ക് പറ്റും. ഇവര് പറയുന്നത് പോലെ അല്ലല്ലോ. എന്റെ മൈൻഡ് എന്റേതാണ്, എന്റെ ബോഡി എന്റേതാണ്, എന്റെ ചിന്തകൾ എന്റേത് മാത്രമാണ്. അവര് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടാണ്. എനിക്ക് സാധിക്കും. ഞാനിതാ ഇതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ എക്സാമിന് പോയുമ്പോൾ ഞാൻ ഫുൾ മാർക്ക് വാങ്ങിയിരിക്കും. ഞാൻ ഈ ബിസിനസ്സിന് ഇറങ്ങിയത് എനിക്ക് വിജയിക്കാനാണ്. എനിക്ക് സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേർക്ക് ആ ഒരു സമ്പത്തിൽ നമ്മൾ എന്തും കൂടി ചാരിറ്റി കൂടി മനസ്സിൽ ഉണ്ടാവണം. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് അതിന് ല്ലേ? ല്ലേ? നമ്മള് ചാരിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് സമ്പത്ത് വർദ്ധിക്കുക ചെയ്യാം. അത് അറിയില്ലേ? അപ്പോ നമ്മൾ വിചാരിക്കും അത് കൊടുക്കുമ്പോൾ നമുക്ക് ഇല്ലാതാവുകയാണെന്ന്. അല്ല, നമുക്കത് കൂടിക്കൂടി വരിക ചെയ്യാം. അല്ലേ? ഞാൻ എന്നും പറയുന്ന പോലെ യൂസുഫ് അലി സാറ്, അംബാനി, ഒരുപാട് പേര് ആഹ് നമുക്കിങ്ങനെ ഈ ഒരു പാഠം നമുക്ക് ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കുമ്പോൾ നമുക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. നമ്മളെ സംസം വെള്ളം പോലെ ഇങ്ങനെ അത് എടുത്തു കഴിഞ്ഞാൽ തീരുന്നില്ല അല്ലേ? വീണ്ടും 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 ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സ്നേഹം കൊടുത്താൽ തീരില്ല. ഒരുപാട് പേർക്കും സ്നേഹങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഒരാൾക്ക് കൊടുക്കുന്ന സ്നേഹം അതേപോലെയല്ല നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. ആ ഒരു സ്നേഹമല്ല നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത്. മക്കൾക്ക് കൊടുക്കുന്നതല്ല നമ്മളെ ഹസ്ബൻഡിനും നമ്മുടെ ഭാര്യയ്ക്കും കൊടുക്കുന്നത്. അല്ലേ? അത് വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് ഒരുപാട് കൊടുക്കാൻ പറ്റും. അല്ലേ? അപ്പോ ആ ഒരു സംഭവത്തെ നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം.
പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അത് സംസാരിക്കുക. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും നെഗറ്റീവ്സ് വരുന്ന സമയത്ത് അതിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നോക്കുക. നമ്മുടെ വീട്ടിലുള്ളവരായിക്കോട്ടെ, ജോലി സ്ഥലത്തുള്ളവരായിക്കോട്ടെ, നമ്മുടെ എല്ലാവർക്കും ഓക്കെ. നാളെ നാളെ എന്ന് നീട്ടിക്കൊണ്ടിരിക്കുന്നതിന് എന്ത് ചെയ്യാം? അത് നമ്മൾ ലോട്ടറിയിൽ കേൾക്കുന്നതാ അല്ലേ? നാളെ നാളെ നാളെ. ആ ഒരു സംഭവത്തെ നമ്മൾ പാടെ മാറ്റണം. അല്ലേ? അക്ഷയപാത്രം പോലെ. യെസ്, വെരി ഗുഡ്. അത് എനിക്ക് മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. താങ്ക് യു. അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാറ്റി വെക്കാം. നാളത്തേക്ക്. അത് നാളെ ചെയ്യാം. അല്ലെങ്കില് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് നമുക്ക് തോട്ട് വരുന്നുണ്ടല്ലേ? അതും ഒരു നെഗറ്റീവാണ്. അപ്പൊ തന്നെ നമുക്ക് തോന്നുന്ന കാര്യങ്ങള് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ആ ടൈമൊക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മളെ മനസ്സിൽ തോന്നും, നമ്മളിപ്പോ നേരത്തെ എഴുന്നേറ്റു. നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മൾ വിചാരിക്കും ഇത്രയും സമയമുണ്ടല്ലോ. ഇപ്പൊ 6 AM നമുക്ക് മെഡിറ്റേഷൻ ആണ് അല്ലേ? 6 AM മെഡിറ്റേഷൻ കഴിഞ്ഞു. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഒക്കെ എഴുതി 7 മണിക്ക് നമ്മൾ മോർണിംഗ് ക്ലാസ് വന്ന് 8 മണിക്ക് ATC ഒക്കെ ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിച്ചണിലായിക്കോട്ടെ, നമ്മളല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് പറ്റുമോ എന്നൊരു തോന്നൽ ഉണ്ടാവാറില്ലേ? അത് നമുക്ക് ഫസ്റ്റ് വരുന്ന സംഭവങ്ങൾ നമുക്കൊരു പ്രഭാത കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്സ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്സ് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ അങ്ങ് പോയി ചെയ്യുക. അത് പിന്നത്തേക്ക് നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വെച്ചാലാണ് നമ്മളുടെ ടൈം വേസ്റ്റ് ആവുക. ആ ഒരു ആലോചന. നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുന്നില്ലേ? നമ്മൾ ഓരോ കാര്യങ്ങളും എഴുതി വെക്കുന്നില്ലേ? രാത്രി കിടക്കുമ്പോഴേ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് നമ്മൾ എഴുതി വെച്ചിട്ട് അത് വായിച്ച് കിടന്നുറങ്ങുകയാണ്. രാവിലെ അത് വീണ്ടും എടുത്ത് വായിച്ചിട്ടാണ് നമ്മൾ ഈ പ്രഭാത കർമ്മങ്ങൾ 1 മണിക്കൂർ നമ്മൾ ഫോൺ എടുക്കുന്നില്ല എന്നാണ് നമ്മൾ കോഴ്സിൽ പറയുന്നത്. അപ്പോ അതിന്റെ മുമ്പേ ഉള്ള 6 AM മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും ഓൺ ദ സ്പോട്ട് ഞാൻ ഇത് കഴിഞ്ഞാൽ ഇത് ചെയ്യും. ഇത് കഴിഞ്ഞാൽ ഇത് ചെയ്യും. നമ്മളെ മനസ്സിൽ വരും. അതങ്ങട് ചെയ്യ. അതാണ് ചെയ്യേണ്ടത്. നമ്മളെ മൈൻഡില് ഓൺ ദ സ്പോട്ട് നമ്മൾ കമ്പ്യൂട്ടർ പോലെ സേവ് ചെയ്ത കാര്യങ്ങളാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്താൽ ഇത്രയും സമയം പോവില്ലേ എന്ന ചിന്ത വരുന്നത് നെഗറ്റീവാണ്. ഇല്ല. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ മനസ്സിൽ ആ സംഭവങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളത് ഓൺ ദ സ്പോട്ടിൽ ചെയ്യ. ചെയ്ത് കഴിയുമ്പം സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഓരോന്നോരോന്നും വന്നുകൊണ്ടിരിക്കുമ്പോ, പിന്നെ നിങ്ങൾ ക്ലോക്കിൽ സമയം നോക്കുമ്പം ഇനിയും നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ടാവും. കറക്റ്റ് ആണത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ. നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ. അപ്പോ അത് ഉറപ്പാണ്. നമുക്കത് പോസിറ്റീവായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നെഗറ്റീവ് വരുമ്പോ നമ്മള് അതിനെന്താക്കുന്നുണ്ട്? പോസിറ്റീവ് ആക്കുന്നുണ്ട്. ഓക്കെ ആയില്ലേ? അതേപോലെ തന്നെ സംസാരിക്കുമ്പഴും നമ്മൾ ആരോട് നമ്മളെ ഗ്രാൻഡ്മമാരോടൊക്കെ അവരൊക്കെ നമ്മളെ കുട്ടിയായിട്ടിരിക്കുന്ന എങ്ങനെയാണോ അതേ സ്റ്റേജിൽ എത്തുന്നവരുണ്ടാവാം നമ്മളെ വീടുകളില്. അവര് ചിലപ്പം പലതും പറഞ്ഞിട്ടുണ്ടാവാം. അവരുടെ ലോകമായിരുന്നില്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത്. കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം വെച്ചിട്ട് അവര് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയാം. നമ്മള് ചിലപ്പോ ഈ മെഡിറ്റേഷനൊക്കെ "നീ എന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്നേന്നൊക്കെ" ചോദിക്കും. "ഇരുന്നെന്താ നീ ഉറങ്ങുന്നേ? നമ്മള് മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നീ എന്തിനാ നീ ഇരുന്ന് ഉറങ്ങുന്നേ? നിനക്ക് പോയി കിടന്നൂടെ?" അങ്ങനൊക്കെ ചോദിക്കാം. അല്ലെ? അവർക്കത് അതെന്താണെന്നൊന്നും ശരിക്കും അത് അറിയാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ഉള്ള സമയത്ത് എവിടെയെങ്കിലും പോയി കിടന്നോ എന്നൊക്കെ നമ്മള് അത് നെഗറ്റീവ്സ് ആയിട്ട് അവരോട് പറയുന്നതിനുപരി ഓക്കെ നമുക്ക് എന്ത് ഞാനിങ്ങനെ ഇതിൽ ചെയ്യാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നോ. ഒരു ചെയർ എടുത്തിട്ട് അവർക്കും കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സംഭവത്തെ അവർക്ക് അനുഭവിച്ചു കൊടുക്കുക. അനുഭവിപ്പിച്ചു കൊടുക്കുക. ഒന്ന് നോക്കിയേ ഇതെന്താണെന്ന്. അതൊരു പോസിറ്റീവായിട്ട് വന്നില്ലേ അപ്പൊ? നമ്മൾ അതേ സ്ഥാനത്ത് ഷൗട്ട് ചെയ്ത് അവരെ ഒരു മാറി നിർത്തിയാല് അവർക്ക് ആ ഒരു എനർജി അവർക്കും വേണ്ടേ നമ്മളെപ്പോലെ സന്തോഷം? അതിനെ കൂടെ നിർത്തി നമ്മൾ അതും കൂടി അവരെ കൂടി മിണ്ടാതെ നമ്മൾക്ക് സൗണ്ട് ഇല്ലാതെ നമുക്കിതൊന്ന് കേട്ട് നോക്കാം. ഈ മെഡിറ്റേഷൻ ഒന്ന് ഇരുന്ന് നോക്കാം. ഒന്ന് ഇവിടെ വന്നിരിക്കോ? എന്നൊക്കെ ചോദിച്ചാൽ അവർക്കത് ഹാപ്പിയായി. എന്നെ കൂടെ നിർത്തുന്നുണ്ടല്ലോ. എന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ. എനിക്ക് സന്തോഷമാണല്ലോ. ആ ഒരു സംഭവം വരാണ്. അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു നല്ല സംസാരം സംസാരിക്കുമ്പഴ്
അവര് വളരെ ഹാപ്പി ആവാണ്. അത് ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞി മക്കളായിക്കോട്ടെ, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ആയിക്കോട്ടെ, അവർ ആഗ്രഹിക്കുന്നത് ഒരു കാര്യാണത് ല്ലേ? വളരെ ഹാപ്പി ആയിരിക്കും അവര്. ചിലരുണ്ട് പുറത്ത് നല്ല ദേഷ്യം പ്രകടിപ്പിച്ചോണ്ടിരിക്കും ഗ്രാൻഡ് പാരന്റ്സ്. പക്ഷെ ഉള്ളില് വളരെ സ്നേഹമുണ്ട്. അതിനുള്ള ധൈര്യമില്ല എന്നോ? ധൈര്യം ഉണ്ടാവും. അതെങ്ങനെ? നമ്മൾ അതിന്റെ നമ്മളെ സംസാരത്തിലുള്ള വേരിയേഷൻസ് ശ്രദ്ധിച്ചാ മതി. നല്ല സ്നേഹത്തോടെ ഒരു ഒരു ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഒരു പ്രാവശ്യം പോരാ. ഒരു 2, 3 പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഒരു കാര്യം 21 ദിവസം ചെയ്യാണെങ്കില് അത് നമ്മൾക്ക് ഒരു ശീലമായി മാറി. എല്ലാ ദിവസവും ഒന്ന് വിളിച്ചു നോക്ക്. ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയേ എന്ന് പറഞ്ഞാ മാത്രം മതി. പിന്നെ ഒന്ന് എത്തി നോക്കി എന്താ, എന്താ, എന്താ എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവും അവരില്. അവര് അത് പോവാണെങ്കിലും ഡിറ്റാച്ച് ചെയ്ത് പോവാണെങ്കിലും പിന്നെ അതവര് അടുത്ത് വരും. പക്ഷെ അതിനെന്ത് വേണം? നമുക്ക് ക്ഷമ വേണം. നമുക്ക് ക്ഷമ വേണം എന്ന് നമ്മളെ കോഴ്സിലും പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പേയ്മെന്റ് ചെയ്ത് വന്നത്. എനിക്കെന്താ റിസൾട്ട് കിട്ടാത്തെ? ബാക്കി എല്ലാവർക്കും റിസൾട്ട് ഉണ്ടല്ലോ. എനിക്കെന്താ ഇങ്ങനെ? ഞാൻ എന്താ ഇങ്ങനെ? എന്ന് ചോദിക്കുന്നവരുമുണ്ട്. പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ട് മാം എനിക്ക് റിസൾട്ട് കിട്ടി മാം എനിക്ക് അതാണ് ഇതാണ് എന്ന് വന്ന് എടിസിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് മോർണിംഗ് ക്ലാസ്സിലെ ലാസ്റ്റിലൊക്കെ നന്നായിട്ട് ഫീഡ്ബാക്ക് പറയുന്നവരുമുണ്ട്. ആ വൈകുന്ന ആ ആ ആളുകൾക്ക് അവർക്ക് ആ ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാ എന്ന് പറയുന്ന പോലെ. ഏ ആ ഒരു ക്ഷമയോടെ കാത്തിരിക്കുമ്പഴ് അവർക്ക് ആ ഒരു സംഭവം വരും. വരാതിരിക്കില്ല. ഇല്ലേ? അപ്പോ അതിന് അവര് കാത്തിരിക്കണം. അവരുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതനുസരിച്ച്, അവരുടെ മൈൻഡ് ഓക്കെ ആക്കുന്നതനുസരിച്ച് അവർക്ക് റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് അവരുടെയും തെറ്റല്ല. അത് ട്രീറ്റ് ചെയ്യുന്ന നമ്മളുടെയും തെറ്റല്ല. ചിലര് പിസിഎമാര് അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരെന്താണ് അല്ലെങ്കിൽ സ്വയം എന്താക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെയായിട്ടാണ്, അങ്ങനെയായിട്ടാണ്, പണ്ട് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. പക്ഷെ അതല്ല. അത് ആ ഒരു സമയം വരുമ്പം ഓക്കെ ആവും. ക്ഷമയോടെ കാത്തിരിക്കണം. എന്തിനും. നമ്മളിപ്പോ ഹോട്ടലില് നമ്മള് ഫുഡ് കഴിക്കാൻ പോയാ 5 സ്റ്റാർ ഹോട്ടലില് ഫുഡ് കഴിക്കാൻ പോയാ നമ്മൾ എത്ര സമയം കാത്തിരിക്കും? എത്ര സമയം വേണമെങ്കിലും നമ്മൾ കാത്തിരിക്കില്ലേ? നമ്മൾ എന്തെങ്കിലും അവരോട് പറയുന്നുണ്ടോ? നമ്മള് ഫുഡ് അവര് നല്ല ചൂടോട് കൂടി മുന്നിൽ വെക്കുന്ന സമയത്ത് വളരെ ഹാപ്പിയാണ് നമ്മള്. അതുവരെ നമ്മള് കഥയൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? കയ്യും കഴുകി എത്ര സമയം നമ്മളിരിക്കും? അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു നല്ല ചൂട്, നല്ല അടിപൊളി ഫുഡ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് ഈ കോഴ്സിലേക്ക് നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്ത് കാര്യമായിക്കോട്ടെ ട്ടോ. കോഴ്സിലേക്ക് എന്നുള്ളതല്ല, എല്ലാത്തിനും നമ്മൾക്ക് ഒരു സമയമുണ്ട്. അത് നമ്മള് എല്ലാം അതിലേക്ക് എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുകയാണ്. പകുതി വെച്ച് നമ്മള് ഫുഡ് അവര് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് പോയാലോ? നമുക്ക് ഫുഡും ഇല്ല, നമ്മള് വിശന്ന് നമ്മള് കരിഞ്ഞ് പ്രശ്നാവും. അവര് അവരെ സമയത്തിന് ഫുഡ് എത്തിച്ചിട്ടുണ്ടാവും. ഇല്ലേ? അതാണ് സൃഷ്ടാവിന്റെ ഒരു കളി എന്ന് പറയുന്നത്. സൃഷ്ടാവ് നമുക്ക് തരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സൃഷ്ടാവ് തരാൻ ആഗ്രഹിച്ചത് നമ്മളത് ഏറ്റുവാങ്ങാൻ നമുക്കതിന് ക്ഷമയില്ലെങ്കില് നമുക്ക് കിട്ടില്ല. സൃഷ്ടാവ് തരാനുള്ള കാര്യം എത്രയോ വലിയ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോ നിസ്സാരമായിക്കോട്ടെ. എന്നാലും അവിടെ ആ ഒരു ഹാപ്പി നിങ്ങൾക്ക് വേണമെങ്കില് നിങ്ങൾ അതിന് കാത്തിരിക്ക തന്നെ വേണം. അതല്ലാതെ ഹോട്ടലില് ഫുഡ് വരാൻ വേണ്ടി തിരിച്ച് നിങ്ങള് ഇറങ്ങി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ, അതേപോലെ ഈ കോഴ്സിൽ വന്ന് തിരിച്ച് എനിക്ക് പറ്റില്ല എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് ഇല്ല. അതല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്, ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ പിസിഎ ഒക്കെ പറയുന്നത് അതേപോലെ ചെയ്യാണ്. മാത്രം പോരാ, നിങ്ങളെ ഉള്ളിൽ തട്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിരിക്കണം. ഇവരത് പറഞ്ഞിട്ടുണ്ടല്ലോ, മാമുമാര് പറഞ്ഞു തന്നതാണല്ലോ, എന്നാ ഞാൻ ചെയ്തേക്കാം എന്നതില് കാര്യല്ല. നമ്മുടെ ഉള്ളില് വന്നിട്ട് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ആജീവനാന്തം യൂസ് ആണ് നമ്മളെ ഈ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് നമ്മളെ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് പറയണം.
അതിന് നമ്മള് മൈൻഡ് പോസിറ്റീവ് ആക്കിയിട്ട് ചിന്തിക്കണം, നന്നായിട്ട് സംസാരിക്കണം. എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുക. എല്ലാവർക്കും നല്ലൊരു പുഞ്ചിരി കൊടുക്കുക. ഈ ഹോട്ടലിൽ അവര് വന്നിട്ട് ഈ എല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് അവരെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഒരു താങ്ക്സ് പറഞ്ഞാല് അവർക്ക് എത്ര സന്തോഷാന്ന് നിങ്ങൾക്കറിയോ? അവര് ചിലപ്പം ഫുഡ് കഴിക്കാൻ അവർക്ക് സമയം കിട്ടാതെ ആയിരിക്കും നമുക്ക് വയറ് നിറച്ച് ഫുഡ് നമുക്ക് അവര് കൊണ്ടുത്തരുന്നത്. അല്ലേ? സൃഷ്ടാവ് നമുക്ക് ഒരുപാട് ഖജനാവിൽ ഒരുപാട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കത് വാങ്ങാൻ സമയമില്ല. നമുക്ക് തിരക്കാണ്. അല്ലേ? ഭയങ്കര തിരക്കാണ് നമുക്ക്. എനിക്ക് സമയമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സമയമില്ല. ഉം. എനിക്ക് നല്ലത് ചിന്തിക്കാൻ സമയമില്ല. നോട്ടീസ് വരുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ അതെന്താണെന്ന് മനസ്സിലാക്കി ഉള്ളില് നല്ല രീതിയില് ചിന്തിച്ച് പുറത്ത് അത് പ്രസന്നതയോടെ, പുഞ്ചിരിയോടെ എല്ലാവരോടും സംസാരിച്ച് ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. എന്ത് കേസായിക്കോട്ടെ. നമ്മൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ തന്നെ ഷൗട്ട് ചെയ്യുന്നതിലും അത് നല്ല സോഫ്റ്റ് ആയിട്ട് പറയുന്നതിലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഓഫീസുകളിലൊക്കെ കാണാൻ പറ്റും. അവര് മൊത്തം പിന്നെ ഡെസ്പ് ആവുക ചെയ്യുന്നത്. നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോ അവര് വർക്കുകൾ ഓക്കെ ആവുകയാണോ ചെയ്യാ? അല്ല. അവര് വീണ്ടും അത് അത് പ്രശ്നത്തിലേക്ക് ആവുകയാണ് ചെയ്യാ. അതേ സ്ഥാനത്ത് അവരെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട്, ഓക്കെ ഇത് പറ്റി. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് ഇനി ഇങ്ങനെ ചെയ്താ മതി എന്ന് നല്ല രീതിയില് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പഴോ ഞാനൊരു സ്കൂളില് നടത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്റെ സ്റ്റാഫിനെ ഞാൻ ഭയങ്കര ഷൗട്ട് ചെയ്താലോ? അത് അവര് പോയി. അതേ സ്ഥാനത്ത് അവര് നല്ല രീതിക്ക് അവരെ വിളിച്ച് സ്നേഹത്തോടെ, "ഓക്കെ. ഇത് നമുക്കതങ്ങനെ ചെയ്യാം. സമയണ്ടല്ലോ." അവര് നല്ല വൃത്തിയാക്കിയിട്ട് അത് ചെയ്ത് കൊണ്ടുവരും. എന്റെ അനുഭവം കൂടിയാണത്. നമ്മള് ചേർത്ത് പിടിക്കേണ്ടവരെ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക തന്നെ വേണം. ല്ലേ? മക്കളെ ആയിക്കോട്ടെ, നമ്മളെ ആരെ ആയിക്കോട്ടെ. ഓക്കെ. റെക്കോർഡ് ഉണ്ട് ട്ടോ. പിന്നെ കേൾക്കാൻ. താങ്ക് യു. റെക്കോർഡ് ഉണ്ട്. അപ്പൊ ഈ പിന്നെ നമ്മള് പ്രകൃതിയെ സ്നേഹിക്കണം. ഞാൻ ഫസ്റ്റില് നിങ്ങളെ ചെറിയൊരു മെഡിറ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആരൊക്കെ അവിടെ എത്തി എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ. പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു. ഓക്കെ. ഞാൻ വളരെ ഓർമ്മശക്തിയുള്ളവനാണ്, ഉള്ളവളാണ് എന്ന അഫർമേഷൻ കൊടുത്തോണ്ടിരിക്കുക. മൈൻഡിൽ അത് പവർ കൊടുത്തോണ്ടിരിക്കുക ട്ടോ. ശരിയാവും. ഉം. ഓക്കെ. അപ്പൊ മറന്നു പോകുന്നത് അല്ല. അത് നമ്മളുടെ സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്കൊരു ബ്ലാങ്ക് വരാണ്. ട്രോമ വരുമ്പോ അത് ഉം ആഹ് മൂ നാ അത് മാഞ്ഞു പോവുകയാണ്. നമുക്കതെന്താക്കണം? ആ ട്രോമയെ ഒഴിവാക്കണം. ട്രോമ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കണം. ആ ട്രോമയെ നമുക്ക് എന്താക്കാം? ഡിലീറ്റ് ചെയ്യാം. ആ പോസിറ്റീവിനെ എടുത്ത് വെച്ചോണ്ടിരുന്നാല് ട്രോമ മാറിപ്പോവും. ഓക്കെ. അസുഖം മാറും. അസുഖം എന്നത് ഒഴിവാക്കിയിട്ട് എന്റെ അസുഖം മാറണം എന്ന് പറയുന്നു. ഓക്കെ. ആ അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ? അസുഖം എന്നത് ഒഴിവാക്കിയിട്ട് ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് കൊടുക്കുക. ഓക്കെ. ഓക്കെ, ഓക്കെ, ഓക്കെ. ആ എക്സാമിന് അഫർമേഷൻ എഴുതേണ്ടത് ഞാൻ എക്സാമിന് പൂർണ്ണ വിജയം നേടിയിരിക്കുന്നു. ഞാൻ എല്ലാത്തിനും എന്ത് വേണമെങ്കിലും എഴുതാം. നിങ്ങളെ പോസിറ്റീവോട് കൂടി എഴുതാം നിങ്ങൾക്ക്. ഞാൻ നന്നായി എല്ലാ ആൻസർ ചെയ്തിരിക്കുന്നു. ഞാൻ വിജയിച്ചിരിക്കുന്നു. ഞാൻ പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓരോ ദൈവത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് അറബിയില് അൽഹംദുലില്ലാഹ്, ഇംഗ്ലീഷില് താങ്ക് യു, അതല്ലെങ്കിൽ മലയാളത്തില് നന്ദി എന്ത് വേണമെങ്കിലും ഒരു 3 പ്രാവശ്യം അതിന് ലാസ്റ്റ് എഴുതിയാല് ബെറ്റർ ആയി ട്ടോ. അപ്പൊ എന്റെ ഭാര്യ നല്ല നടപ്പുകാരിയാണ്. ഓക്കെ. ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് എന്റെ ഭാര്യ നല്ല നടപ്പുകാരിയാണ്. ഉം. എന്റെ ഭാര്യ നല്ലത് മാത്രം ചിന്തിക്കുന്നു. എന്റെ ഭാര്യക്ക് ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസമുള്ളവളാണ്. ഉം. അപ്പൊ ഞാൻ ഈ ക്ലാസ് ഇവിടെ ഈ പറയുന്നത് നല്ലത് നിങ്ങൾക്ക് EFTയിൽ ചേരുന്നതാണ് കേട്ടോ. എനിക്ക് ആരെങ്കിലും സംസാരിക്കണം അല്ലെങ്കിൽ ഓരോന്ന് ചിന്തിക്കുകയാണ്. അതിനാണ് എന്താ ചെയ്യാ. ഓക്കെ. സംസാരിക്കണം. നല്ലത് ചിന്തിക്കാം. നല്ലത് മാത്രം
സംസാരിച്ചോണ്ടിരിക്കുക. അങ്ങനെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ഓൺ ദ സ്പോട്ടിൽ വന്നോളൂ ട്ടോ. ഓൺ ദ സ്പോട്ടിൽ വന്നോളൂ. ഓക്കെ. ആ. മടി വരുന്നത് നമുക്ക് എന്താ പറയാ, ഞാൻ നല്ല എനർജറ്റിക് ആണ് എന്ന് കൊടുക്കുക. ഞാൻ നല്ല എനർജറ്റിക് ആണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് നല്ല നല്ല ചിന്തകളും നല്ല എനർജിയും ഉണ്ട്. എല്ലാവർക്കും നല്ല രീതിയിലാണ് സൃഷ്ടാവ് നമ്മളൊക്കെ സൃഷ്ടിച്ചത്. ഒരു കൈ ഇല്ലാത്തവരാണെങ്കിലും അവർക്ക് നല്ലൊരു കഴിവ് വേറെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഒരു കണ്ണില്ലാത്തവരാണെങ്കിലും അവർക്ക് വേറൊരു കഴിവ് സൃഷ്ടാവ് കൊടുത്തിട്ടുണ്ടാവും. ആരെയും സൃഷ്ടാവ് വെറുതെ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. അത് നമുക്ക് എക്സാമിന് പരീക്ഷ എഴുതാൻ വിട്ടതുപോലെ നമ്മൾ പോകുന്നത് പോലെ തന്നെ സൃഷ്ടാവ് നമ്മളെ ഇവിടെ ഒരു പരീക്ഷയ്ക്ക് തന്നെയാണ് ഇവിടെ ഇട്ടത്. നമ്മൾ കാലാകാലം ഇവിടെ ജീവിച്ചിരിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഓക്കെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സംഭവത്തെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുമ്പോഴ് അല്ലെ, നമ്മൾ വയനാട് ഉരുൾപൊട്ടലൊക്കെ കേട്ടു അല്ലെ, അവിടെ എത്ര മനോഹരമായ അന്തരീക്ഷമായിരുന്നു, പച്ചപ്പരവതാനി വിരിച്ച ഇല്ലേ, അടിപൊളി നല്ല ഒരു സംഭവമായിരുന്നു, നല്ല പ്രകൃതിയായിരുന്നു അവിടെ അല്ലെ. അപ്പോ അവിടെ മൊത്തം അടിച്ച് റെഡിയാക്കി പോയി ഇല്ലേ പ്രകൃതി. അപ്പൊ ആ പ്രകൃതിയെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ നമ്മളൊക്കെ ഇവിടെ ചെയ്തത് എന്താ? ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ എല്ലാം നല്ല പ്രകൃതിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള നല്ല അഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് എന്താ, നമുക്കത് നല്ല ഹാപ്പി ആയിട്ട് വരും. നമ്മൾ അതിനെ ഒരുപാട് ആ സങ്കടങ്ങളുള്ള കാര്യങ്ങൾ മാത്രം കാണുമ്പോൾ നമുക്കത് അറ്റാച്ച് ആയിട്ട് വരും. നമ്മളുടെ വീടിന്റെ മുമ്പിലും ഒക്കെ ആ വെള്ളത്തിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്കത് വന്ന് ചേരുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അതേ സ്ഥാനത്ത് നമ്മൾ അവർക്ക് സഹായം ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പ്രകൃതിയും നല്ല നാച്ചുറൽ ആയിട്ട് ആ ഒരു റീപ്ലേസിലേക്ക് വന്നു എന്ന് നമ്മൾ നല്ല വിഷ്വൽ കൊടുത്ത് അവർക്ക് പ്രാർത്ഥന കൊടുത്ത് നല്ല മനസ്സോടെ നല്ല സംസാരത്തോടെ നല്ല ചിന്തയോടെ നിൽക്കുകയാണെങ്കിൽ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. എല്ലാവരും കേരളീയരും മലയാളികൾ പ്രത്യേകിച്ച് ഒരു പരസഹായികളാണ് അല്ലെ. ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അതിന് അല്ലെ. ഒരുപാട് പേര് പല രീതിയിലും സഹായിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ സ്കൂളുകളിൽ നിന്നും അതേപോലെ കുടുംബശ്രീകള്, തൊഴില് അവര്, പിന്നെ ഷോപ്പുകള്, അതേപോലെ പല രീതിയിലും നമ്മളെ ഓഫീസുകള് എല്ലാവരും നമുക്ക് എല്ലാവരിൽ നിന്നും എടുത്ത് പൈസ എടുത്തിട്ട് അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. വളരെ ഗ്രാറ്റിറ്റ്യൂഡാണ്. താങ്ക് യു. താങ്ക് യു ഓൾ. അപ്പൊ ഈ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ആ പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകുന്നു. നമ്മൾ ഈ പ്രകൃതിയെ ആസ്വദിക്കാനുള്ള സമയം നമുക്ക് കിട്ടാതാവുന്നു. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പതിഞ്ഞ് നമ്മൾ കോൺക്രീറ്റുകളൊക്കെ പണിത് ഈ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നമുക്ക് മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെ. കിട്ടുന്ന സമയം നമ്മൾ ഒരു വർഷത്തിൽ ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ അത് വലിയ ഗ്രാറ്റിറ്റ്യൂഡാണ്. അതിന് നമ്മളെ പേര് തന്നെ ഇടുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനൊന്ന് പോയി നോക്കുക, അതിനോട് സംസാരിക്കുക. അത് കായ്കൾ ഉണ്ടാവുന്നതാവുക, പൂക്കൾ ഉണ്ടാവുന്നതാവുക, അത് നമ്മൾക്ക് കണ്ണിന് കുളിർമയാവുക. പ്രകൃതിയെ സ്നേഹിക്കുക, അതേപോലെ പെറ്റ്സിനെ വളർത്തുക, അവരോട് സംസാരിക്കുക. നമുക്ക് കുറെ റിലാക്സ് ആവാനുള്ള കാര്യങ്ങളാണ് അല്ലേ. അത് നമ്മളെ സ്നേഹിക്കുമ്പോഴും വൃക്ഷങ്ങളും നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുന്നത് നല്ല കായ്കൾ തരുന്നുണ്ട്. അതേപോലെ പെറ്റ്സിനെ വളർത്തുമ്പോൾ അവരും നമ്മളോട് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ഒരു പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കുന്നതായിട്ട് സ്നേഹിക്കുന്നതായിട്ട് നമുക്കതൊരു സെൽഫ് ലവ് ആണ്. നമ്മളെ സ്നേഹിക്കുന്നത് പോലെ അവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റുക, ചുറ്റുമുള്ളവരെ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അല്ലെ. പിന്നെ നല്ല ബുക്കുകൾ വായിക്കാം. ആറാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് നല്ല ബുക്കുകൾ വായിക്കാം. നമുക്ക് നമ്മള് ടു ഡു ലിസ്റ്റിലുണ്ട് നമ്മള് പിന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം. ഒരു 5 പേരെയൊക്കെ ഹഗ് ചെയ്യുക, നല്ല അടുത്തുള്ള ആളുകളെ, അതേപോലെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക,
നല്ല പോസിറ്റീവ് എനർജി, നന്നായിട്ട് സംസാരിക്കുക, അഭിനന്ദിക്കുക. അതേപോലെ നല്ല ബുക്കുകൾ വായിക്കാൻ കുറച്ച് സമയങ്ങൾ, ഒരു 5 പേജെങ്കിലും വായിക്കാനുള്ള ഒരു സമയം കണ്ടെത്തുക. കുറച്ചെങ്കിലും വായിക്കുക. അത് പിന്നെ 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 കൂടി കൂടി വരും. ആ വായിക്കുന്നതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ഉള്ളിലേക്ക് വരും. നമ്മളത് എഴുതി വെക്കുന്നതും, അത് കൂടുതല് ഞാൻ പറഞ്ഞു നേരത്തെ എഴുതുന്നത് ല്ലേ? ഓക്കെ. അപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിലും നിങ്ങള് അത് ചെയ്യാനുള്ളൊരു ടൈം നേരത്തെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും സക്സസ് ആവൂലേ? ഇല്ലേ? വൈകി എണീറ്റാൽ അന്നത്തെ കാര്യം തന്നെ പോക്കല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ എല്ലാം ചടപടേന്ന് പറഞ്ഞിട്ട് ആകെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി പ്രശ്നമായി. ഇല്ലേ? അതാണ്. പക്ഷെ അത് നേരത്തെ എഴുന്നേറ്റ് ശീലമായാലോ, റിലാക്സ് ആയിട്ട് നമുക്ക് സ്റ്റെപ്പായിട്ട് അടിപൊളിയായിട്ട് അത് ചെയ്യാൻ പറ്റും. ഓക്കെ? അപ്പൊ നമ്മള് ജോലിക്ക് യാത്ര പോകുന്നതിനിടയിലൂടെ നമുക്ക് നല്ല അഫർമേഷൻസുകളൊക്കെ പോസിറ്റീവ് ചിന്തകളൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫോണിൽ ചെയ്ത് വെച്ചൂടെ? ഇല്ലേ? ചെയ്ത് വെക്കാം. അതിൽ നിങ്ങൾക്ക് വായിച്ചൂടെ? വായിക്കാം. ഓക്കെ. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ആൻസർ പറയാനുള്ള ഒരു വേദി ഇപ്പൊ സമയമില്ല നമുക്ക്. ആ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും ട്ടോ. അപ്പൊ വേണ്ട കാര്യങ്ങൾ മാത്രം എപ്പോഴും ചിന്തിക്കാൻ നോക്കുക. ലാസ്റ്റ് 7ാമത്തെ പോയിന്റാണ് പറയുന്നത്. വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കാൻ നോക്കുക. വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പം മീഡിയയില് ഒരുപാട് കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിന് ഫോക്കസ് ചെയ്യരുത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കില് കുറേ യൂട്യൂബുകളിലൊക്കെ ഈ ഇങ്ങനെ പിടിച്ചു, അങ്ങനെ പിടിച്ചു, അതാക്കി, ഇതാക്കി എന്നുള്ള നെഗറ്റീവ്സുകൾ കൂടുതൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ റിലേഷൻസിൽ ആരെങ്കിലും നിങ്ങൾക്കത് അറ്റാച്ച് ചെയ്യും. നിങ്ങളത് പരീക്ഷിച്ചാൽ അറിയാം. പക്ഷെ പരീക്ഷിക്കരുതേ. നിങ്ങൾ എന്ത് ചെയ്യണം? അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ പോസിറ്റീവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും വേണ്ട കാര്യങ്ങൾ മാത്രമാവുക. അത് മതി നമുക്ക്. നമ്മളെന്തിനാ നെഗറ്റീവ് ചിന്തിച്ചിട്ട് വെറുതെ നമ്മളുടെ ടൈം വേസ്റ്റ് ആക്കുന്നേ? നമുക്ക് ആകെ 24 മണിക്കൂർ ഉള്ളതില്, അതില് ഈ 24 മണിക്കൂറും ഈ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞതിൽ നിന്നും നമുക്ക് അതിനെ നാച്ചുറൽ ആയിട്ട് എടുത്തിട്ട് അതിനെ പോസിറ്റീവ് ആക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചിന്തിക്കുമ്പഴും, സംസാരിക്കുമ്പഴും വേണ്ട കാര്യങ്ങൾ മാത്രമാവുക എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. ചിലരതൊക്കെ ശീലമാക്കി പോയിട്ടുണ്ടാവും. നെഗറ്റീവ്സ് പറഞ്ഞാലേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്ന് ചിലരുണ്ടാവാം. നിങ്ങളല്ല, വേറെ ചിലരുണ്ടാവാം. അവരെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അതിനെ പോസിറ്റീവ് ആക്കിയെടുക്കാനുള്ള ഒരു പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ നല്ലത് മാത്രം പറയണം. ഓക്കെ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്നുകൂടി 7 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം ചിന്തകളെ റീപ്ലേസ് ചെയ്യുക. രണ്ടാമത്തേത് ഗ്രാറ്റിറ്റ്യൂഡ് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് മൈൻഡ്ഫുൾനെസ്. നാലാമത്തേത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, സംസാരിക്കുക. പിന്നെ നമ്മള് പ്രകൃതിയെ സ്നേഹിക്കുക. ഓക്കെ. പിന്നെ ആറാമത്തേത് നല്ല ബുക്കുകൾ വായിക്കുക. ഏഴാമത്തത് വേണ്ട കാര്യങ്ങൾ മാത്രം എപ്പോഴും ചിന്തിക്കുക. ഓക്കെ. അപ്പൊ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട് ഇതില്. അതൊന്ന് നോക്കി വെക്കണേ. റുബീന മാം അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് അങ്ങനെ നമ്മളെ ചിന്തകള് നല്ലത് മാത്രം ചിന്തിക്കുക എന്ന് ഫസ്റ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ പോസിറ്റീവ് മാത്രം കടന്നു വരുന്നില്ലേ? എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യും? നിങ്ങളത് ഡിറ്റാച്ച് ചെയ്യില്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തില് സന്തോഷം, സമാധാനം, സമ്പത്ത്, ആരോഗ്യം എല്ലാം കടന്നു വരും. വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. നമ്മളുടെ സൃഷ്ടാവ് നമ്മളുടെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങള് നന്നായിട്ട് പരീക്ഷ എഴുതൂ. ഈ ലോകത്തില് നിങ്ങൾക്ക് വിട്ട പരീക്ഷണത്തില് നിങ്ങൾ വിജയിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിട്ടത്. നമ്മളെ എക്സാമിന് നമ്മള് പോകുന്നത് പോലെ എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പ്രാവർത്തികമാക്കും, ഞാൻ ചെയ്യും എന്ന മനസ്സോടുകൂടി അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഈ പരീക്ഷ നമ്മൾ വിജയിക്കും, നല്ലത് മാത്രം ചെയ്യും, എല്ലാം നല്ലത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന നല്ലൊരു ചിന്തയോടെ, നല്ല മനസ്സോടെ, നല്ല സംസാരത്തോടെ, നല്ല ഇടപഴകലിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ ഇത്രയും കേട്ട എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്.
എല്ലാവർക്കും നന്ദി. ഇത്രയും തിരക്കുകൾക്കിടയിലും നിങ്ങൾ എന്നെ കേട്ടതിന്, എന്നെ കണ്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുള്ള ഫീഡ്ബാക്കുകളൊക്കെ പറയാനുള്ള ഒരു കാര്യമാണ്. ആർക്കാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ റുബീന മാം. ഓക്കെ. അപ്പോ ആരാണ്? ഖദീജ മാം. ഖദീജ മാം സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി ക്ലാസ്. എന്തിനാ ചായയും കടിയൊക്കെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പ്രപഞ്ച സൃഷ്ടാവി നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെ മോട്ടിവേഷൻ തരാനും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാനുമുള്ള ആരോഗ്യം, ആയുസ്സും എല്ലാം പ്രദാനം ചെയ്തിട്ട് ആത്മാർത്ഥമായി ഫസ്റ്റിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ EFT കോഴ്സ്, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ EFT യിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വരണം എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. അതിന്റെ റിക്വസ്റ്റ് ആണ്. അത് വന്നാലേ നമുക്ക് ഇതിലുള്ളതെല്ലാം നേടിയെടുക്കാൻ കഴിയുള്ളൂ. ചെറിയ ഒരു പൂ വാങ്ങാമെന്ന് നമുക്ക് പൂമാലകളല്ലേ, പൂമാലന്റെ എന്താ പറയാ, മൊത്തം വാങ്ങിയിട്ടപ്പോ ഞാനൊക്കെ അൽഹംദുലില്ലാ ഇതിൽ വന്നാൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സമ്പത്തുണ്ട്, ഒരുപാട് ഫാമിലിനെ, കുറെ സഹോദരന്മാരെ എല്ലാരും എനിക്ക് കിട്ടിയില്ലേ. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ആറ്റിറ്റ്യൂഡ്. പിന്നെ എന്റെ മോളെ എന്നതിൽ ജോയിൻ ആക്കി അവൾക്ക് ഞാൻ എപ്പോഴും നന്ദി. നമ്മളെ റഫീഖ് സാറിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം വാനോളം അതിലപ്പുറം ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ PCMമാർക്കും ഇതിൽ വന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരികൾക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നന്ദി പറയുന്നു. എല്ലാവരും വരണം എന്നാണ് എനിക്ക് പ്രത്യേകം ഞാൻ ഇതിൽ ആറ്റിറ്റ്യൂഡ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വരും, പ്രതീക്ഷിക്കാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു ഖദീജ മാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. താങ്ക് യു. എല്ലാവരും ഓക്കെ. ഇനി ആരാണ് സംസാരിക്കുന്നത്? ഹലോ മാം. ഹായ് മാം, ഞാൻ ജസില, കണ്ണൂരിൽ നിന്നാണ്. നല്ല ക്ലാസ് ആയിരുന്നു മാം. ഇന്നത്തെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ സന്തോഷം. ഞാൻ EFT ഇപ്രാവശ്യം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ മാസം ഓഗസ്റ്റിൽ ഞാൻ വളരെ സന്തോഷം. നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. സമൂഹത്തിന് വളരെ നല്ല മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ് മാം. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. ക്ലാസ്സിനെ പറ്റി പറയാനാണ് ഞാൻ കയറിയത്. അതായത് ഇന്നത്തെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഇത്രയും ജോലി തിരക്കിനിടയിലും അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ജോലി ചെയ്തത്. താങ്ക് യു മാം. താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ആരാണ്? പറഞ്ഞോളൂ. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ക്ലാസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. മാമിന്റെ ക്ലാസ് ഓരോ ദിവസം പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഞാന് EFT വന്നിട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഞാൻ വന്ന പ്രശ്നങ്ങളല്ല എനിക്ക് ആദ്യം സൊല്യൂഷൻ ഉണ്ടായി. ഞാൻ അറിയാതെ എന്റെ ജീവിതത്തിൽ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. വന്നതിന് ശേഷമാണ്. അങ്ങനെ ആ വലിയ പ്രശ്നമൊക്കെയാണ് എനിക്ക് ആദ്യം സൊല്യൂഷൻ കിട്ടിയത്. പിന്നെ നമ്മള് വിചാരിച്ചു വന്ന കാര്യങ്ങളൊക്കെ പിന്നെയും കുറച്ച് സമയം എടുത്തിട്ടാണ് എനിക്ക് അതിനൊക്കെയുള്ള സൊല്യൂഷൻ കിട്ടിയത്. കാരണം നമ്മൾ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ അതിനേക്കാൾ വലുതായിരുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ശ്രദ്ധ അങ്ങനെ വിട്ടുപോയി. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഇപ്പൊ ഭയങ്കരമായിട്ട് ഞാൻ അതിനൊക്കെ എല്ലാരോടും ഗ്രാറ്റ് പറയാണ്. എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുക. ഞാന്
എന്താ ഹോപ്പനൊപ്പോ കൊടുക്കും. അങ്ങനെ ആ കാര്യം അപ്പൊ അവിടെ സൊല്യൂഷൻ ഉണ്ടാവും. വളരെ നല്ലൊരു ടൂളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജീവിതത്തിൽ ഇപ്പൊ എനിക്ക് ഒന്നിനെ കുറിച്ചിട്ട് ഒരു വേവലാതില്ല. എല്ലാത്തിനും നമ്മളെ അടുത്തൊരു ടൂൾ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം നമുക്ക് ഒറ്റക്കായാലും ആരുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഒന്നും ഒരു പേടിയില്ല നമ്മളെ കാര്യങ്ങൾക്ക് നടക്കാൻ വേണ്ടിട്ട്. അപ്പൊ പ്രപഞ്ച സൃഷ്ടാവിനോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെട്ടതിന്. PCAമാരോടും എല്ലാവരും പ്രത്യേകിച്ച് ഓക്കെ, റഫീഖ് സാറിനോടും നന്ദി. നമ്മളെ ഗുരുവായ റഫീഖ് സാറിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്. ഇത്രയും നല്ല സാറോട് എല്ലാ ദിവസവും ഞാൻ എന്റെ മനസ്സിൽ എന്നും എന്നും. ഓക്കെ, ആമിന മാം ചെറുതായിട്ട് കട്ടായി പോയിട്ടുണ്ട്, എന്നാലും സംഭവങ്ങളൊക്കെ മനസ്സിലായി. താങ്ക് യു ആമിന മാം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അനീഷ ഓക്കെ, സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാന് വീഡിയോയിൽ വരാൻ പറ്റിയൊരു അവസ്ഥയിലല്ല, അതാണ് കിച്ചണില്. പിന്നെ താങ്ക് യു മാം. ഞാൻ എന്നാലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, കണ്ടിട്ടല്ലെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ഓൾമൈറ്റി, ഗ്രാറ്റിറ്റ്യൂഡ് ടു റഫീഖ് സർ ആൻഡ് ദ എൻറ്റയർ ടീം. നല്ല അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തരുന്നതിനും ബാക്കി എല്ലാ സപ്പോർട്ടിനും നന്ദി പറയാണ്. ഓക്കെ, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, മാമിനെ അറിയോ എന്നറിയില്ല. ഞാൻ മൈൻഡ് മാസ്റ്ററി 3rd ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങള് ഇപ്പൊ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. 12 ഡേയ്സ് സാറിന്റെ ക്ലാസ് ഫിനിഷായി. പിന്നെ PSCA സപ്പോർട്ടില് ഇപ്പോ ഞങ്ങളിങ്ങനെ ഓരോരോ സന്തോഷങ്ങൾ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു നല്ല അഫർമേഷൻ കൊടുത്തിട്ടും നല്ല തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സിന്റെ ഒരു കലവറയായിരുന്നു മനസ്സ്. ഒരുപാട് വിഷമങ്ങളും ട്രോമാസും ഉണ്ടായിട്ട്, അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിൽ ശേഖരിച്ചു വെച്ചതെല്ലാം ഇങ്ങനെ അലിയിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അതുപോലെ ഒരുപാട് ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും നമ്മുടെ മൈൻഡ് മാസ്റ്റർ ബാച്ചിലുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് റിസൾട്ട്സ് കിട്ടിയതാണ്. അപ്പൊ ഞാൻ എന്താണ് ഒന്നാമത് ഇതിൽ വരാനിപ്പോ കാരണം, വേറൊരു കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും ഈ കോഴ്സിൽ വരാൻ മടിച്ചു നിൽക്കുന്നുണ്ട്, എന്റെ പൈസ പോവോ എന്ന് ശങ്കിച്ച് നിൽക്കണ്ട എന്ന് പറയാൻ കൂടിയാണ് മാം. കാരണം വളരെ അത് വേർത്താണ്. ഒരു എന്താണ് 10ഓ 12ഓ ആയിരങ്ങൾ നമ്മൾ കൊടുക്കുന്നതിലും വർത്താണ്. എത്രയോ ലക്ഷങ്ങൾ വില മതിക്കുന്ന ഒരു ക്ലാസ് ആണ്. നമ്മളെ മനസ്സും ശരീരവുമാണ് നമ്മൾ ഹാപ്പിയാക്കി ഫസ്റ്റ് വെക്കേണ്ടത്. നമ്മളിലാണ് മാറ്റങ്ങൾ കുറെ കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനൊക്കെ അവയർനെസ്സും നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നതും കൂടിയായ ഒരു ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും കഴിയണതും വേഗം വന്ന് അറ്റൻഡ് ചെയ്ത് നമ്മളെ ലൈഫ് സക്സസ്ഫുൾ ആക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ എല്ലാവരോടും. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി ക്ലാസ്. താങ്ക് യു അനീഷ മാം, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, മൈമുന മാം. മൈമുന മാം സംസാരിക്കാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തോളൂ മൈമുന മാം. മൈമുന മാം ആ മൈക്കിലൊന്ന് ക്ലിക്ക് ചെയ്തേ. അവർ സ്റ്റക്ക് ആന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, റഫീഖ് സാറിനെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഹലോ മേഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. എനിക്ക് വീഡിയോയിൽ വരാൻ പറ്റില്ല, അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് ജോലിയുണ്ട്, 7 മണിക്ക് ഡ്യൂട്ടിയാണ്. അപ്പോ വളരെ നല്ലൊരു ക്ലാസ്, നല്ലൊരു എനർജി, പഴയതിൽ മികച്ചതായിട്ട് തോന്നി. സന്തോഷം. അൽഹംദുലില്ലാ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചത് മാഡത്തിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ്. പിന്നെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായി. താങ്ക് യു. വളരെയധികം നന്ദി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചതിനും. വിചാരിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സിൽ വന്നതിന് ശേഷം സാധിച്ചു. അൽഹംദുലില്ലാ. മനസ്സിന് നല്ല ധൈര്യം കിട്ടി. ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. വളരെ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് റഫീഖ് സർ, കൺഗ്രാറ്റുലേഷൻസ്. വളരെ നല്ല സന്തോഷമുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. മുമ്പേ കുറെ ഡൗൺ ആയ ഒരാളായിരുന്നു റഫീഖ് സർ, എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട്
ഞാൻ പഠിപ്പിച്ച ഒരു സ്കൂളിൽ നിന്നുള്ള ആ ഒരു മോന്റെ ഒരു പേരന്റും കൂടിയായിരുന്നു. അപ്പോൾ സ്റ്റാറ്റസ് കണ്ടിട്ട് വന്നതാണ്. വളരെ ഡൗൺ ആയിട്ട് ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ലൈഫിൽ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് സാംസങ് SM. ഇതാരാണ്? പേര് സ്വന്തം കൊടുത്താലേ വളരെ ഹാപ്പി ആയി അല്ലേ? അസ്സലാമലൈക്കും. പറഞ്ഞോളൂ. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കയറിയെങ്കിലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഭയങ്കര ചിന്തിക്കാനൊക്കെ പറ്റുന്ന കുറെ സാഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ മിസ്സിന്റെ ക്ലാസ് കേട്ടോ ഭയങ്കര ഹാപ്പി ആയി. താങ്ക് യു സോ മച്ച്. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. പേരെന്താണെന്ന് പറയാവോ? സാംസങ്ങിന്റെ പേര്? ഓക്കെ, റംല മാം. റംല മാം സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇന്ന് വലിയൊരു മിറാക്കൾ ഉണ്ടായി. എനിക്ക് ഇന്നലെ രാത്രി ഭയങ്കര പുറംവേദനയും കഴുത്തായി വേദനയൊക്കെ ആയിട്ട് ഞാൻ കിടന്നത്. പിന്നെ ഇന്ന് രാവിലത്തെ സെൽഫ് മെഡിറ്റേഷൻ ഇരുന്ന് പകുതി ആയപ്പോ തന്നെ എന്റെ വേദന എടുക്ക പോയി എന്നറിഞ്ഞത് മാം. ഭയങ്കര ഒരു മിറാക്കള്. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ് റംല മാം. വളരെ സാറിന് ഭയങ്കര ഹൃദയത്തിന്റെ അടിത്തട്ടി ഞാൻ നന്ദി പറയാണ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഇതേപോലെ എല്ലാവർക്കും മിറാക്കിൾസ് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പൊ നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളുടെ കോഴ്സിന്റെ ഓഗസ്റ്റ് 14 ബുധനാഴ്ച ആരംഭിക്കുന്ന 30 ദിവസത്തെ EFT മൈൻഡ് മാസ്റ്ററി കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ഇതിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നതുവരേക്കും ബൈ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ATCയിലേക്ക് വരാം. എല്ലാവരും ATCയിലേക്ക് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സൂപ്പർ ക്ലാസ് ആയിരുന്നു.